കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ റോഡിൽ പന്തൽ കെട്ടി. പന്തൽ പോലീസ് എത്തി അഴിപ്പിച്ചു. എൻജിഒ യൂണിയന് വേണ്ടിയാണ് പന്തൽ കെട്ടിയത്. നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും കിട്ടുന്ന കുഴപ്പമില്ല. ഈ റോഡിന്റെ നടുക്കൊണ്ടിട്ട് ആരെങ്കിലും കൊണ്ട് കിട്ടോ ഇല്ലല്ലോ. ഇത് വൈകിട്ട് തുറന്നിട്ട് വണ്ടി പോകുന്ന സ്ഥലം കേട്ടാ. ഇതാരും ഇവിടെ കോമൺ സെൻസ് വേണ്ടത്. എമർജൻസി ആംബുലൻസിലും വന്നാൽ അപ്പോൾ ഓർമ്മ കൊടുക്കും. ആംബുലൻസിലും വന്നാലേ അതപ്പോൾ ഡിവൈഡ് വണ്ടികളൊക്കെ പോകേണ്ട സ്ഥലമല്ല. നമ്മൾ വെറും പണിക്കാരാണ്. നമ്മളോട് കേട്ടോ എൻജിഒ ആൾക്കാരെ വിളിച്ചിട്ട് പോകാൻ ചെറിയ രീതിയിൽ പരിപാടിയൊക്കെയാണ് നോക്കുന്നത്. ഇങ്ങനെയൊന്നും ആരും ഇല്ലപ്പെടാം. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എന്തിനു വേണ്ടിയാണ് ഈ റോഡിൽ പന്തൽ കെട്ടിയത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണന്തു, എൻജിഒ യൂണിയന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ റോഡിൽ പന്തൽ കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലാണ് റോഡിന്റെ നടുവിൽ ഈ പന്തൽ കെട്ടിയത്. ഇരുമ്പ് തൂണുകൾ നാട്ടി റോഡ് പൂർണ്ണമായും തടയുന്ന രീതിയിലായിരുന്നു ഈ പന്തൽ നിർമ്മാണം. പന്തൽ കണ്ട് എല്ലാവരും അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതിനിടയിലാണ് ടൗൺ SI TM വിപിന്റെ നേതൃത്വത്തിൽ പോലീസ് അവിടെ എത്തിയത്. ഈ കോമൺ സെൻസ് വേണ്ടേ എന്ന് ചോദിച്ചു പന്തൽ പണി നിർത്താൻ SI ഈ പണിക്കാർക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ഞങ്ങളോട് പറഞ്ഞതനുസരിച്ചാണ് ഈ പന്തൽ കെട്ടുന്നത് എന്നായിരുന്നു. ആംബുലൻസ് ഒക്കെ വന്നാൽ കടത്തിവിടും എന്നൊക്കെയായിരുന്നു ഈ തൊഴിലാളികൾ പറയുന്നുണ്ടായിരുന്നത്. എൻജിഒ യൂണിയൻ വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി ഈ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഈ പന്തൽ ഒരുക്കുന്നത്. അന്യായമായ സ്ഥലം മാറ്റം, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻജിഒ യൂണിയന്റെ പ്രതിഷേധം. 5000-ലധികം ജീവനക്കാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നാണ് സംഘാടകർ പറയുന്നത്. ഇക്കാര്യം ഭരണകൂടവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ കളക്ടറേറ്റിന്റെ മുൻവശത്തൊക്കെ ഈ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായി സ്ഥലമില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന്റെ 5000-ലധികം ആളുകൾ വരുമ്പോൾ അവിടെ എന്തായാലും ഒരു ബ്ലോക്ക് ഉണ്ടാകും. മഴ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിനൊരു പന്തലിടണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എൻജിഒ യൂണിയൻ നേതാക്കൾ എത്തിയത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ എങ്ങനെയാണ് ഈ റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പന്തൽ നിർമ്മാണത്തിന് അനുമതി ലഭിക്കുക എന്നതിൽ ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസ് എത്തി ആ പന്തൽ നിർമ്മാണം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. റോഡ് തടസ്സപ്പെടുത്തി പന്തൽ കെട്ടി പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് അവിടെ എടുത്തിട്ടുള്ളത്. നേരത്തെ ഇങ്ങനെ ഈ റോഡ് തടസ്സപ്പെടുത്തി പന്തൽ കെട്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കണ്ണൂരിൽ തന്നെ ഈ സംഭവം വലിയ രീതിയിൽ ഒരു വിവാദമായ സംഭവം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയുടെ തന്നെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് പന്തൽ നിർമ്മിച്ചതിനെതിരെ കേസെടുക്കുകയും അത് കോടതി വരെ എത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് എത്തി ഈ പന്തൽ അഴിച്ചു മാറ്റിയതോടെ അത്തരം നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്നത് ഒഴിവായിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും അന്തം വിട്ടു നിന്നുപോയ ഒരു പന്തൽ നിർമ്മാണം തന്നെയാണ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഉണ്ടായത്. കൃഷ്ണേന്ദു.